മഞ്ജു ചേച്ചിയുടെ ഗുണങ്ങള്, മഞ്ജു ചേച്ചിയുടെ ദോഷങ്ങൾ. അസ്ഥാനത്ത് കയറി സംസാരിക്കുന്ന ഒരാളാണ് ഞാൻ. ദൈവമേ, എനിക്ക് മോശമൊന്നുമില്ല, ഗുണം മാത്രമേ ഉള്ളൂ. ഞാൻ സർവം ഗുണമല്ലേ? അയ്യോ, എനിക്ക് ഗുണമുണ്ടോ? ചിലപ്പോ എനിക്ക് ആവേശം നോക്കുമ്പോ അമ്മയുടെ ഡയലോഗൊക്കെ ഞാൻ കയറി പറയാറുണ്ട്, ഞങ്ങൾ ഉടക്കാറുണ്ട്. ഇപ്പൊ അലയൻസിന്റെ എല്ലാ മെമ്പേഴ്സും ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് വളരെ ചിലവരിരുന്ന് ഉറങ്ങുന്നുണ്ട്, ചിലർ ഭയങ്കര എനർജറ്റിക് ആയിട്ട് ഇരിക്കുന്നു. അടുത്ത ഷോട്ടിന് മുമ്പ് നമുക്ക് കുറച്ച് നേരത്തേക്കാണ് അവരെ കിട്ടിയിരിക്കുന്നത്. അപ്പം എല്ലാവരും റെഡിയാണോ? നമുക്കൊന്ന് എനർജറ്റിക് ആയാലോ, ചെറിയ ഗെയിം ഒക്കെ ആയാലോ? മെസ്സേജുകളൊക്കെ കാണാറുണ്ടോ പ്രേക്ഷകരുടെ? നമ്മള് എപ്പിസോഡിന്റെ കമന്റ് സെക്ഷൻ കാണാറുണ്ട്, അതല്ലാതെ ഉള്ള മെസ്സേജ് പേഴ്സണലി നമുക്ക് അയക്കുന്നതൊക്കെ നമുക്കറിയാം. കമന്റ്സ് ഒക്കെ എല്ലാരും വായിക്കാറുണ്ട്, കാരണം നിങ്ങളെ ഇവര് നോക്കുന്നുണ്ട്. അപ്പൊ ഓരോരുത്തരെയും പറ്റി പ്രേക്ഷകർക്ക് അറിയാം, വ്യഗ്രത കാണും ഓരോരുത്തരെയും പറ്റി. മഞ്ജു ചേച്ചിയുടെ ഗുണങ്ങള്, മഞ്ജു ചേച്ചിയുടെ ദോഷങ്ങൾ. മഞ്ജു ചേച്ചി എന്നെ പറയണം. അയ്യോ, പറ. അങ്ങനൊന്നുമില്ലേ? ഗുണമില്ലേ? ഞാൻ സർവം ഗുണമല്ലേ? ഞാൻ എനിക്ക് പോസിറ്റീവായിട്ട് കാണുന്ന കാര്യങ്ങൾ പറയാം. ഗുണമാണോ ദോഷമാണോ എന്നറിയില്ല. ഈഗോ വളരെ കുറവായിട്ടുള്ള ഒരാളാണ് ഞാൻ എന്നാണ് ഞാൻ എന്നെ സ്വയം മനസ്സിലാക്കിയിരിക്കുന്നത്. ഒരാള് എൻ്റെ ഓപ്പോസിറ്റുള്ള ആള് നന്നായിട്ട് പെർഫോം ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതിനകത്ത് ഞാൻ വേറെ ഒന്നും നോക്കാതെ എനിക്ക് കിട്ടിയിരിക്കുന്ന ഹെൽപ്പുകളാണ് എന്നെ അങ്ങനെ പഠിപ്പിച്ചത്. സോ എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആളെയും ഞാൻ എന്നാലാവുന്ന വിധം സപ്പോർട്ട് ചെയ്യാറുണ്ട്. പിന്നെ നെഗറ്റീവ് എനിക്ക് നമുക്ക് ചിലപ്പോൾ ചില കാര്യങ്ങൾ യോജിക്കാൻ പറ്റാതെ വരും, ദേഷ്യം വരും. അത് മുഖത്ത് ഭയങ്കരമായിട്ട് വിസിബിൾ ആകും. അത് ഞാൻ അങ്ങോട്ട് അപ്പം തന്നെ അതങ്ങ് പറയും. വലിയ കാര്യങ്ങളൊന്നും എന്നെ വിഷമിപ്പിക്കാറില്ല, സന്തോഷിപ്പിക്കാറില്ല. ചെറിയ കാര്യങ്ങളിൽ സന്തോഷിക്കുകയും ചെറിയ കാര്യങ്ങളിൽ സങ്കടപ്പെടുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഗുണം എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ ഒരു വീട്ടിലത്തെ ആൾക്കാരെ പോലെ ആയതുകൊണ്ടാണ് ഈ പിണക്കങ്ങൾ ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ പിണക്കങ്ങൾ ഉണ്ടാവില്ലേ? അപ്പോൾ മഞ്ജു പറയുന്ന ഒരു കാര്യം ഞാൻ അതിനെ എതിർത്ത് പറഞ്ഞാൽ അവള് ദേഷ്യപ്പെടും, പിന്നെ ഈഗോ വരും. നേരത്തെ അവള് പറഞ്ഞ പോലെ ഞങ്ങൾക്ക് ആർക്കും ഈഗോ ഇല്ല. അതുകൊണ്ട് മഞ്ജു ഒരു കാര്യം പറഞ്ഞാൽ എനിക്ക് തിരിച്ചു പറയാനുള്ള സ്വാതന്ത്ര്യം, ഞങ്ങൾ സ്വന്തം ഏട്ടനനിയത്തെ പോലെ അതുകൊണ്ട് ഞങ്ങൾക്ക് മറയില്ല. അതുകൊണ്ട് ഞങ്ങൾ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ തർക്കങ്ങൾ വരും, അതുപോലെ തന്നെ പറഞ്ഞു തീരും ചെയ്യും. അതുകൊണ്ടാണ് ഇത്രയും കാലം അലയൻസ് നീണ്ടുപോയത്. പിന്നെ എൻ്റെ പോരായ്മ ഞാൻ അതല്ലേ ഇപ്പൊ പറയാൻ ഉദ്ദേശിച്ചത്. അസ്ഥാനത്ത് കയറി സംസാരിക്കുന്ന ഒരാളാണ് ഞാൻ. എന്താണ് എവിടെയാണ് സംസാരിക്കേണ്ടത് എനിക്കറിയില്ല. എൻ്റെ ഉള്ളിൽ തോന്നിയ കാര്യങ്ങൾ ഞാൻ പല സ്ഥലത്തും വെട്ടി തുറന്ന് പറയുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയി സംസാരിക്കുന്നവർക്ക് പോലും വായടക്കേണ്ട അവസ്ഥകൾ വന്നിട്ടുണ്ട്. ഞാനും അമ്മയും കൂടിയാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാവുക. ചിലപ്പോൾ എനിക്ക് ആവേശം നോക്കുമ്പോൾ അമ്മയുടെ ഡയലോഗൊക്കെ ഞാൻ കയറി പറയാറുണ്ട്, ഞങ്ങൾ ഉടക്കാറുണ്ട്, തെറ്റാണ്. അതുപോലെ തന്നെ ചില ചർച്ചകൾ നടക്കുമ്പോൾ നല്ല വിഷയങ്ങളായിരിക്കും ചർച്ച ചെയ്യുക, പക്ഷെ എൻ്റെ ഈ മൂഢമായ ബുദ്ധിയിൽ നിന്ന് ഞാൻ എടുത്തു ചാടി എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അത് ആകെ കൊളാവാറുണ്ട്. അങ്ങനെ എല്ലാവരും കളിയാക്കി നാണം കെട്ടി മുക്കളിരിക്കാറുണ്ട്. എന്നാൽ ഇതൊക്കെ നിർത്തണം എന്ന് ഞാൻ വിചാരിക്കാറുണ്ട്. പക്ഷെ കലയോടുള്ള ആത്മാർത്ഥം കൊണ്ടോ എൻ്റെ ആവേശം കൊണ്ടോ ഞാൻ വീണ്ടും വിഡ്ഢിത്തരങ്ങൾ എടുത്ത് പറയാം. ഇതാണ് എൻ്റെ പോരായ്മ. അത് മാറ്റാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ വയസ്സ് കൂടുന്തോറും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, കൂടി വരുന്നു എന്നാണ് ഇവരുടെ ആക്ഷേപം. ഈശ്വരാ, മാറി കിട്ടണേ. ദൈവമേ, എനിക്ക് മോശമൊന്നുമില്ല, ഗുണം മാത്രമേ ഉള്ളൂ. മഞ്ജു ചേച്ചി ചിരിക്കുന്നത് ഒന്നുമില്ല കിരീട്ടാ, എന്റെ ഗുണമെന്നാണോ ദോഷമാണോ എന്ന് അറിയില്ല. ആരെന്നെ എന്ത് പറഞ്ഞാലും ഞാൻ ഫീൽ ചെയ്യുന്നത് കാണിക്കത്തേ ഇല്ല, അല്ലേ? ഞാൻ എന്തെങ്കിലും ആരെന്നെ തമാശയായിട്ട് പറഞ്ഞാലും എന്നെ സീരിയസ് ആയിട്ട് പറഞ്ഞാലും ഞാൻ എനിക്ക് ഉള്ളിൽ ഫീൽ ചെയ്താലും ഞാൻ ഇങ്ങനെ ചിരിച്ചു നിൽക്കത്തേ ഉള്ളൂ. അത് തന്നെ എന്റെ ഗുണം. എനിക്ക് ഗുണമുണ്ടോ ചോദിച്ചാൽ എനിക്ക് എൻ്റെ ഒരു ഗുണമായിട്ട് തോന്നി. എനിക്കറിയില്ല, ഞാൻ ഇവിടെ വന്നിട്ട് എനിക്ക് തോന്നുന്നു നമ്മൾക്ക് ഒരു 5 വർഷമൊക്കെ ആയില്ലേ വന്നിട്ട്. ഞാൻ കാരണം ഒരു പ്രശ്നം അങ്ങനെ ഇതുവരെ ഉണ്ടായിട്ടില്ലെന്ന് തോന്നുന്നു. അതെനിക്ക് തോന്നുന്നു ഞാനും അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ എന്നെ ഇവർ അഡ്ജസ്റ്റ് ചെയ്യുന്നതുകൊണ്ടായിരിക്കും. ഞാനും ചേച്ചിയായിട്ടാണ് പണ്ട് ഹോട്ടലിൽ ഞങ്ങൾ ഒന്നിച്ചായിരിക്കും താമസിക്കുന്നത്. പേയാട് വീടെടുത്തപ്പോഴും ഇവിടെയായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ ശാസ്ത്രമംഗലത്ത് ആണ്. അപ്പോൾ സാധാരണ പെണ്ണുങ്ങൾ രണ്ടുപേരും കൂടെ ഒന്നിച്ച് താമസിക്കുമ്പോൾ അല്ലെങ്കിൽ ഒന്നിച്ച് അഭിനയിക്കുമ്പോഴൊക്കെ ഉണ്ടാവുന്ന യാതൊരുവിധ പ്രശ്നങ്ങളും ഞങ്ങൾ തമ്മിലില്ല. അത് ചേച്ചിയും അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്, ഞാനും അഡ്ജസ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പം ഞങ്ങൾ തമ്മിൽ യാതൊരു പ്രശ്നമില്ല. അപ്പം അത് എൻ്റെ ഒരു ക്വാളിറ്റിയാണോ ചേച്ചി? അത് ആണെന്ന് എനിക്ക് തോന്നുന്നു, അല്ലാതെ വേറെ ഗുണങ്ങളൊന്നും. ദോഷം ഈ പറഞ്ഞ പോലെ എന്തുണ്ടെങ്കിലും മുഖത്ത് വരും, എന്തെങ്കിലും ദേഷ്യമൊക്കെ ഉണ്ടെങ്കിൽ അപ്പം ഫേസിൽ വരും. അത് മാറ്റണമെന്ന് അപ്പൊ ചേച്ചി എൻ്റെ അടുത്ത് എടുക്കുമെന്ന് പറയാം. എന്തെങ്കിലും ഒരു ദേഷ്യം ആരുടെങ്കിലും എന്തെങ്കിലും കണ്ട് ദേഷ്യപ്പെട്ട് നിൽക്കുകയാണെങ്കിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ പറയും,
അടങ്ങ് എന്ന് പറയുമ്പോ